ഹലോ. അപ്പം ഞാനും അങ്ങനെ ഭൂട്ടാൻ്റെ നാഷണൽ ഡിഷായിട്ടുള്ള എഗ് എമദാശി ഉണ്ടല്ലോ, അത് നമ്മുടെ കേരള സ്റ്റൈലിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. നല്ല അടിപൊളിയാണ്. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, കടുക് ഒന്ന് പൊട്ടിച്ച് കൊടുക്കുക, ലേശം ഉലുവയും. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഒന്ന് ഇട്ടിട്ട് മൂപ്പിച്ച് കൊടുക്കുക, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ, ഇവിടെ നിന്നല്ല. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ ഇതിൽ ക്രീമി പരുവത്തിന് നമ്മൾ ചീസ് ഉപയോഗിക്കുമല്ലോ, അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ ചീസിൻ്റെ പകരം കുറച്ച് തേങ്ങാപ്പാലിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് നന്നായിട്ട് കട്ടൊന്നിൻ്റെ അത് കലക്കിയിട്ട് ഈ പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയായിരുന്നു. അത് കുറച്ച് കൂടി പോയി, ഒരു ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് പോയിട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ രണ്ടാമത് കയ്യിൽ നിന്ന് പോയത് ബുൾസൈ ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പോൾ ഇതാ 3 ബുൾസൈ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കണ്ടല്ലോ, എഗ്ഗല്ല ഉണ്ണി പൊട്ടി, ബുൾസൈ പോയി ഓംലേറ്റ് ആയി. എന്നാലും കുഴപ്പമില്ല. പിന്നെ രസം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ സോസ് ഉണ്ടല്ലോ, അത് ഇത്തിരി മേലെ കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പം നമ്മുടെ ഉണ്ണി കാണാനില്ല. എന്നാലും കുഴപ്പമില്ല. അത് ബ്രെഡിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചപ്പോൾ അതാ ഒന്നിച്ച് തലകുത്തി മറിഞ്ഞു. എന്നിട്ട് ഞാൻ നേരെ കിടത്തി. പക്ഷെ ഇതൊന്നുമല്ല, ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണം കണ്ടിട്ടുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ കൂടെ അടിപൊളിയായിരുന്നു.